ഫ്രണ്ട്സ്, വെൽക്കം ടു PG's വേൾഡ്. ഇന്ന് നമ്മളൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദം ഓംലേറ്റ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 50 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് 1 കിലോ വലിയ ഉള്ളി, ഒരു 150 ഗ്രാം പച്ചമുളകും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളി എടുത്തതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഉള്ളി നല്ലോണം വൃത്തിയാക്കി എടുക്കണം. തോലെല്ലാം കളഞ്ഞ് നമുക്ക് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും തൊലി കളഞ്ഞെടുത്ത് നല്ല വൃത്തിയാക്കി ഉള്ളി എടുക്കുക. അതിനുശേഷം നമുക്ക് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്യണം. പച്ചമുളകിൻ്റെ തണ്ടെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയാം. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാണ് ഓംലേറ്റ് എന്നുള്ളത്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഉള്ളി നല്ലോണം കഴുകിയെടുക്കണം. കറുത്ത പാടൊക്കെ ഒന്ന് പോയി കിട്ടണം. വലിയ ഉള്ളിയാകുമ്പോൾ സൗകര്യമാണ് അരിയാനും പിടിക്കാനൊക്കെ. ഉള്ളി കഴുകി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകൊന്ന് കഴുകിയെടുക്കണം. ഒരു പാത്രത്തിലിട്ട് പച്ചമുളക് ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഉള്ളീൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 2 കട്ട് ചെയ്ത് വെച്ചത് എളുപ്പത്തിൽ അരിയാൻ വേണ്ടിയാണ്. ഉള്ളി ഇനി നമുക്ക് നൈസായിട്ട്, സാധാരണ വീട്ടിലൊക്കെ നമ്മൾ ഓംലേറ്റിന് അരിയുന്ന പോലെ നൈസായിട്ട് ഉള്ളി കട്ട് ചെയ്യണം. എല്ലാവർക്കും വീട്ടിലിത് ഉണ്ടാക്കാം. വീട്ടിലൊന്ന് പരീക്ഷിച്ചെല്ലാം നോക്കാം. ഇനി കുനുകുനാന്നൊന്ന് അരിയാം നമുക്ക് ഉള്ളി. ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് ഓംലേറ്റിന് പാകത്തിനാക്കി നമുക്ക് മാറ്റണത്. ഉള്ളി ഏകദേശം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് കട്ട് ചെയ്യണം. പച്ചമുളക് ഇത് ഈ വലുപ്പത്തിൽ കുനുകുനാന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോഴിമുട്ട, നമ്മൾ ഏകദേശം 50 കോഴിമുട്ടയാണ് നമ്മൾ ഈ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഓരോ നമ്മൾ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ തോടൊന്നും ഇതിൻ്റെ ആക്കി വീഴാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പാത്രത്തിലേക്ക് തോടൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഓംലേറ്റ് അത്ര സുഖമാവില്ല. അപ്പോൾ നമ്മുടെ ഓംലേറ്റിന് 50 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇതിലിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഉള്ളി മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലോണം കലക്കാം. എന്നിട്ട് ഇനി ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എൻ്റെ പാകത്തിന് ഞാൻ ഉപ്പ് ഇവിടെ ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യണം. അടുത്തായിട്ട് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ബിരിയാണി ചെമ്പിൻ്റെ അടപ്പാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയുള്ള ഒരു മൂടി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കാണ്ടിരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം നമുക്കിത്. കുറച്ചും കൂടി ഓംലേറ്റിൻ്റെ മിശ്രിതം കുറച്ചും കൂടി ബാക്കിയുണ്ട് ഒഴിക്കാൻ. അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചെറുതായൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. മൊത്തം തേഞ്ഞിക്കില്ല. അപ്പോൾ നമുക്കത് കുറച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലേറ്റ് നല്ലോണം വെന്ത് വരുന്നുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അടിയൊന്നും പിടിച്ചിട്ടില്ല. അടിയൊന്നും പിടിക്കാണ്ട് നമ്മുടെ ഓംലേറ്റ് സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലേറ്റ് ഒന്ന് ദം ഇടണം. അതിന് ഞാൻ വേറൊരു ഇതേപോലത്തെ മൂടി എടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി എണ്ണ നല്ലോണം സ്പ്രെഡാക്കി, എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡാക്കിയിട്ട് ഓംലേറ്റിൻ്റെ മേലേക്കൊന്ന് ദം ഇടാൻ വേണ്ടി വെക്കണം. അപ്പോൾ ദം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ നിന്ന് കനൽ കോരി ദമ്മാക്കണം.
മുഴുവൻ കനൽ ഞാൻ കോരി മേലെ ഇടുന്നുണ്ട്. അടിയിൽ ഒട്ടും കനൽ വെക്കുന്നില്ല, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഊതി കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ലൈറ്റായിട്ടൊന്ന് ഊതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 20 മിനിറ്റ് നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് പൊക്കി നോക്കാം നമ്മുടെ ഓംപ്ലേറ്റ് എന്തായെന്ന്. ഒരു 20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓ സൂപ്പർ, നമ്മുടെ ഓംപ്ലേറ്റ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓംപ്ലേറ്റ് ഒന്ന് കുത്തി നോക്കാം. ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിലോടൊക്കെ ചട്ടുകൊക്കെ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. സൂപ്പർ, അടിയൊന്നും പിടിച്ചിട്ടില്ല, അടിപൊളി സൂപ്പർ. നമ്മൾ നല്ല എണ്ണ ഒഴിച്ചത് കൊണ്ട് അടിയൊന്നും പിടിച്ചിട്ടില്ല, സൂപ്പർ, നല്ല സ്മൂത്തായിട്ടുണ്ട്, സൂപ്പർ. നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇതിലേക്ക് വിതറി കൊടുക്കുക. വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ വിതറാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിതൊന്ന് മറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓംപ്ലേറ്റിൻ്റെ യഥാർത്ഥ കളറ് അടിപൊളി, സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മുടെ ഓംപ്ലേറ്റ്, അടിപൊളി. ഇതാണ് ഞാനപ്പോൾ ഉണ്ടാക്കിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദം ഓംപ്ലേറ്റ്. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കേരളത്തിലെ ഏറ്റവും വലിയ ദം ഓംപ്ലേറ്റ്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.